കോഴ്സിലെ തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിലെ ഒരു കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഭാഗമായ തെർമോഡൈനാമിക് വാരിയബിൾസ് എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് തെർമോഡൈനാമിക് വാരിയബിൾസ്? നമുക്കറിയാം എന്താണ് സിസ്റ്റം, എന്താണ് സറൗണ്ടിങ്സ്, എന്താണ് യൂണിവേഴ്സ്, അതുപോലെ തന്നെ 3 ടൈപ്സ് ഓഫ് സിസ്റ്റം: ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. ഇതൊക്കെ നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിലെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പഠിക്കുന്ന ഭാഗമാണ്. ഈ സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസിനെ ഡിഫൈൻ ചെയ്യുന്നത് ആരാണ്? അവരെയാണ് നമ്മൾ തെർമോഡൈനാമിക് വാരിയബിൾസ് എന്ന് വിളിക്കുന്നത്. അതായത് ഏതൊരു സിസ്റ്റത്തിനെയും, ഏതൊരു തെർമോഡൈനാമിക് സിസ്റ്റത്തിനെയും അതിന്റെ പ്രോപ്പർട്ടീസിനെ അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റീസിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് തെർമോഡൈനാമിക് വാരിയബിൾസ്. അതായത് ഏതൊരു തെർമോഡൈനാമിക് സിസ്റ്റത്തിനെയും അല്ലെങ്കിൽ ഏതൊരു സിസ്റ്റത്തിനെയും സ്റ്റേറ്റിനെ, അത് ഏത് സ്റ്റേറ്റിലാണോ ആയിരിക്കുന്നത് ആ സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യുന്ന, ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് തെർമോഡൈനാമിക് വാരിയബിൾസ്. നമുക്കറിയാം ഏതൊക്കെയാണ് ഈ തെർമോഡൈനാമിക് വാരിയബിൾസ്. അതായത് ഒരു സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. അതായത് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, ഇന്റേണൽ എനർജി, എൻട്രോപ്പി, നമ്പർ ഓഫ് മോൾസ്, ഈ പറയുന്ന എല്ലാ ഫാക്ടേഴ്സും തെർമോഡൈനാമിക് വാരിയബിൾസ് ആണ്. തെർമോഡൈനാമിക്സിൽ ഈ തെർമോഡൈനാമിക് വാരിയബിൾസിനെ 2 ബ്രോഡ് കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഈ കാറ്റഗറി എന്ന് പറയുന്നത് ഒന്ന് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്, രണ്ടാമത്തെ ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്. അതായത് തെർമോഡൈനാമിക് വാരിയബിൾസ്, അതായത് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, ഇന്റേണൽ എനർജി, എൻട്രോപ്പി, നമ്പർ ഓഫ് മോൾസ്, ഈ പറയുന്ന ആൾക്കാർ ഇവരൊക്കെ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഈ സിസ്റ്റത്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന, സിസ്റ്റത്തിന്റെ സ്റ്റേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഈ ഫാക്ടേഴ്സിനെ തന്നെ തെർമോഡൈനാമിക്സിൽ 2 കാറ്റഗറി ആയിട്ട് അവരുടെ പ്രോപ്പർട്ടീസിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ എക്സ്റ്റെൻസീവ് വാരിയബിൾസ് അല്ലെങ്കിൽ ഇന്റൻസീവ് വാരിയബിൾസ്. എന്താണ് എക്സ്റ്റെൻസീവ് വാരിയബിൾസ് അല്ലെങ്കിൽ ഇന്റൻസീവ് വാരിയബിൾസ്? ഡെഫിനിഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പറയാറുണ്ട് എക്സ്റ്റെൻസീവ് എന്താണ്, എക്സ്റ്റെൻസീവ് വാരിയബിൾസ് അല്ലെങ്കിൽ എന്താണ് ഇന്റൻസീവ് വാരിയബിൾസ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയുന്ന ഏറ്റവും വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. എന്താണ് എക്സ്റ്റെൻസീവ് വാരിയബിൾസ് അല്ലെങ്കിൽ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്? തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ തെർമോഡൈനാമിക് വാരിയബിൾസ് എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്, എന്താണ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്? എന്താണ് എക്സ്റ്റെൻസീവ് വാരിയബിൾ? ഒരു തെർമോഡൈനാമിക് വാരിയബിൾ ഒരു സിസ്റ്റത്തിന്റെ ക്വാണ്ടിറ്റിനെ, അതായത് അതിന്റെ മാസിനെയോ അതിന്റെ സൈസിനെയോ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ ഉള്ളത് എങ്കിൽ ആ തെർമോഡൈനാമിക് വാരിയബിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്റ്റെൻസീവ് വാരിയബിൾ. അതായത് ആ തെർമോഡൈനാമിക് വാരിയബിൾ ആ സിസ്റ്റത്തിലുള്ള മാറ്ററിന്റെ അളവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. അതിനർത്ഥം ആ സിസ്റ്റത്തിന്റെ മാറ്ററിൽ അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതിന്റെ മാസ് ഓർ സൈസ് അതിലെന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ എക്സ്റ്റെൻസീവ് വാരിയബിൾ, ഈ തെർമോഡൈനാമിക് വാരിയബിളിൽ മാറ്റം സംഭവിക്കും. അങ്ങനെയുള്ള വാരിയബിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്റ്റെൻസീവ് വാരിയബിൾസ്. അതേസമയം ഇന്റൻസീവ് വാരിയബിൾസ്, എന്താണ് ഇന്റൻസീവ് വാരിയബിൾസ്? ഇത് ഈ ഒരു കാര്യത്തിന് എക്സ്റ്റെൻസീവ് വാരിയബിൾസിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്റൻസീവ് വാരിയബിൾസ് എന്ന് പറയുന്നത്. ഒരു സിസ്റ്റം ആ സിസ്റ്റത്തിന്റെ ക്വാണ്ടിറ്റീനെ അല്ലെങ്കിൽ മാസ് ഓർ സൈസ് അല്ലെങ്കിൽ അതിലുള്ള മാറ്ററിന്റെ വരെ ഒരു തെർമോഡൈനാമിക് വാരിയബിൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഉള്ളത് എങ്കിൽ ആ തെർമോഡൈനാമിക് വാരിയബിൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റൻസീവ് വാരിയബിൾ. അതായത് സിസ്റ്റത്തിനുണ്ടാവുന്ന മാസിന്റെയോ അല്ലെങ്കിൽ സൈസിന്റെയോ അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി ഓർ മാറ്ററിന്റെ അളവിലുണ്ടാവുന്ന ചേഞ്ചിനെ ആര് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് മാസിലോ സൈസിലോ ക്വാണ്ടിറ്റിയിലോ, സിസ്റ്റത്തിന്റെ മാസിലോ സൈസിലോ ക്വാണ്ടിറ്റിയിലോ എന്ത് മാറ്റം വന്നാലും ഇന്റൻസീവ് വാരിയബിൾസിന് എന്ത് സംഭവിക്കില്ല? ഒരു മാറ്റവും സംഭവിക്കില്ല. ഇതാണ് എക്സ്റ്റെൻസീവ് വാരിയബിൾസ് ആൻഡ് ഇന്റൻസീവ് വാരിയബിൾസ്. മാസിനെ, സൈസിനെ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള, സിസ്റ്റത്തിന്റെ മാസിനെ, സൈസിനെ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിനെ, അതിലുള്ള മാറ്ററിന്റെ അളവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള തെർമോഡൈനാമിക് വാരിയബിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്റ്റെൻസീവ് വാരിയബിൾസ്. ആൻഡ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വാരിയബിൾസ്, തെർമോഡൈനാമിക് വാരിയബിൾസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റൻസീവ് വാരിയബിൾസ്. ഇതാണ് ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്താണ് ഇതിന്റെ കൺസെപ്റ്റ് എന്ന്? ആക്ച്വലി എന്താണ് ഈ എക്സ്റ്റെൻസീവ് വാരിയബിൾ, ഇന്റൻസീവ് വാരിയബിൾസ് എന്ന് ഉദ്ദേശിക്കുന്നത്? അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് എക്സാമ്പിൾ നോക്കാം. സപ്പോസ് എ എന്ന് പറയുന്ന ഒരു സിസ്റ്റം, ഇതൊരു സിസ്റ്റമാണ്. എ എന്ന സിസ്റ്റം
ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ വോളിയം ബി ആണ്. ഏത് പറയുന്ന ഒരു സിസ്റ്റം അതിന്റെ ടോട്ടൽ വോളിയമാണ് ബി എന്ന് പറയുന്നത്. സപ്പോസ് ഇതൊരു ഹോമോജനസ് സിസ്റ്റമാണെന്ന് വിചാരിക്കാം. കുറച്ചുകൂടി ഈ എക്സാമ്പിളിൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം ഒരു ഹോമോജനസ് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. ഈ ഒരു ഹോമോജനസ് സിസ്റ്റം എ എന്ന് പറയുന്ന ഹോമോജനസ് സിസ്റ്റത്തിനെ ഞാൻ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഈക്വൽ ആയിട്ട് അതിന്റെ മാറ്ററിനെ അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റീനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. അതാണ് ഞാൻ ഈ സെക്കൻഡ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. എ എന്ന് പറയുന്ന ഹോമോജനസ് സിസ്റ്റത്തിനെ ഞാൻ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു A1 and A2. ഇത് രണ്ടും ഈക്വൽ ആണ്. മാറ്റർ വൈസ് ക്വാണ്ടിറ്റി വൈസ് ഇത് രണ്ടും ഈക്വൽ ആണ്. ഈക്വൽ ഹൗസ് ആണ്. എ എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് ബി ആണ്. ഞാൻ ഇതിനെ ഈക്വൽ ഹൗസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ട് സിസ്റ്റമായി മാറാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ രണ്ട് സെപ്പറേറ്റ് സിസ്റ്റംസ് ആക്കി മാറ്റാണ്. ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തത് രണ്ട് സെപ്പറേറ്റ് സിസ്റ്റം ആക്കി മാറ്റാണ് ചെയ്തത്. A1 എന്ന് പറയുന്ന ഒന്നാമത്തെ സിസ്റ്റം, A2 എന്ന് പറയുന്ന രണ്ടാമത്തെ സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും A1ന്റെ വോളിയം, A2ന്റെ വോളിയം? A എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ ടോട്ടൽ വോളിയം ബി ആണ്. ഈ എ എന്ന് പറയുന്ന ഹോമോജനസ് സിസ്റ്റത്തിന് ഞാൻ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് സിസ്റ്റം ആക്കി മാറ്റി, ഡിഫറെന്റ് സിസ്റ്റംസ് ആക്കി മാറ്റി. A1 എന്ന് പറയുന്ന സിസ്റ്റവും A2 എന്ന് പറയുന്ന സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ എന്തായാലും A1 എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ വോളിയം എന്താണ്, A2 എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ വോളിയം. വോളിയം ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ്. വോളിയത്തിന് നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഇതിന്റെ ഹാഫ് ആയിരിക്കും ഇത് രണ്ടും. കാരണം ഇത് രണ്ടും കമ്പൈൻ ചെയ്താലേ ഈ ടോട്ടൽ വോളിയം കിട്ടുള്ളൂ. അതായത് A1 എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ വോളിയം എന്ന് പറയുന്നത് B/2 ആയിരിക്കും. അതുപോലെ തന്നെ A2 എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ വോളിയം എന്ന് പറയുന്നത് B/2 ആയിരിക്കും. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള തെർമോഡൈനാമിക് വാരിയബിൾ എന്ന് പറയുന്നത് വോളിയമാണ്. ഈ വോളിയം എന്ന് പറയുന്നത് തെർമോഡൈനാമിക് വാരിയബിൾ എക്സ്റ്റൻസീവ് വാരിയബിൾ ആണ്, ഇന്റൻസീവ് വാരിയബിൾ ആണ്. ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഈ സിസ്റ്റത്തിന്റെ മാറ്ററിനെ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഈ തെർമോഡൈനാമിക് വാരിയബിൾ എന്ത് ചെയ്തു, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു. അതിനർത്ഥം ഈ സിസ്റ്റത്തിന്റെ മാറ്ററിനെ അല്ലെങ്കിൽ ടോട്ടൽ ക്വാണ്ടിറ്റിനെ ആര് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വോളിയം ഡിപ്പെൻഡ് ചെയ്യുന്നു. ഈ സിസ്റ്റത്തിന്റെ മാറ്ററിനെ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിനെ ഒരു തെർമോഡൈനാമിക് വാരിയബിൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വാരിയബിൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എക്സ്റ്റൻസീവ് വാരിയബിളാണ്. അതായത് വോളിയം എന്ന് പറയുന്നത് എക്സ്റ്റൻസീവ് വാരിയബിളാണ്. അതായത് ഇത് നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വോളിയം എന്ന് പറയുന്ന എക്സ്റ്റൻസീവ് വാരിയബിൾ എന്ത് ചെയ്യപ്പെടാണ്, ഡിവൈഡ് ചെയ്യപ്പെടാം. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റും, അതായത് രണ്ട് സിസ്റ്റം, ഈ രണ്ട് സിസ്റ്റത്തിന്റെയും വോളിയം B/2 ആണ്. A1 എന്ന് പറയുന്ന സിസ്റ്റം, A2 എന്ന് പറയുന്ന സിസ്റ്റം രണ്ടും ഹോമോജനസ് സെയിം സിസ്റ്റംസ് ആണ്. അത് രണ്ടും സെപ്പറേറ്റഡ് ആണ് മാത്രം. ഈ രണ്ട് സിസ്റ്റത്തിനെ കമ്പൈൻ ചെയ്യുമ്പോൾ നേരെ റിവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഈ രണ്ട് വോളിയംസ് അല്ലെങ്കിൽ ഈ രണ്ട് സിസ്റ്റം കമ്പൈൻ ചെയ്യുമ്പോൾ ഈ രണ്ട് വോളിയംസ് കമ്പൈൻ ചെയ്ത് ടോട്ടൽ വോളിയം B ആണ്. ഇങ്ങനെയുള്ള വാരിയബിൾസ് നമ്മൾ വിളിക്കുന്നവയാണ് എക്സ്റ്റൻസീവ് വാരിയബിൾസ്. അതായത് വോളിയം എന്ന് പറയുന്ന വോളിയം വാരിയബിൾ ആണ്, ഒരു എക്സ്റ്റൻസീവ് വാരിയബിൾ ആണ്. കാരണം ഒരു സിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ഈ വോളിയത്തിന് എന്ത് സംഭവിക്കുന്നുണ്ട്, ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അതായത് ഒരു സിസ്റ്റത്തിന് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ വോളിയം എന്ത് ചെയ്യാൻ, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെടാൻ ചെയ്യും. ഈ രണ്ട് സിസ്റ്റത്തിന് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ആ രണ്ട് സിസ്റ്റത്തിനും വോളിയം എന്ത് ചെയ്യപ്പെടാൻ, കമ്പൈൻ ചെയ്യപ്പെടാൻ ചെയ്യും. അതായത് മാറ്ററിനെ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയുടെ വോളിയം ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് വോളിയം എന്ന് പറയുന്നത് ഒരു എക്സ്റ്റൻസീവ് വാരിയബിളാണ്. നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇതുപോലെ തന്നെ ഒരു സിസ്റ്റം ബി എന്ന് പറയുന്ന സിസ്റ്റം. ഈ ബി എന്ന സിസ്റ്റത്തിന്റെ ടോട്ടൽ പ്രഷർ പി ആണെന്ന് വിചാരിക്കാം. ഈ സിസ്റ്റത്തിന് ഞാൻ നേരത്തെ പോലെ തന്നെ ഈക്വൽ ഹൗസ് ആയിട്ട് മാറ്റർ വൈസ് ക്വാണ്ടിറ്റി വൈസ് അങ്ങനെ ഈക്വൽ ഹൗസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. B1 എന്ന് പറയുന്ന സിസ്റ്റം B2 എന്ന് പറയുന്ന സിസ്റ്റമായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും B1 എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ പ്രഷർ, എന്താണ് B2 എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ പ്രഷർ? എഴുതാൻ പറ്റും. നേരത്തെ നമ്മൾ കൺസിഡർ ചെയ്ത പോലെ തന്നെ ടോട്ടൽ പ്രഷർ പി ആയിട്ടുള്ള ബി എന്ന് പറയുന്ന സിസ്റ്റത്തിനെ ഞാൻ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ B1 എന്ന് പറയുന്ന സിസ്റ്റത്തിൽ B2 എന്ന് പറയുന്ന സിസ്റ്റത്തിൽ ഈക്വൽ ആയിട്ട് ഒരിക്കലും എഴുതാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഞാൻ ഈ സിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ പ്രഷറിന് ആക്ച്വലി യാതൊരു ചേഞ്ചും സംഭവിക്കില്ല. B1 എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ പ്രഷർ P തന്നെയായിരിക്കും, B2 എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ പ്രഷറും P തന്നെയായിരിക്കും. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? ഈ സിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്തപ്പോൾ ഇതിന്റെ തെർമോഡൈനാമിക് വാരിയബിൾ ആയ പ്രഷറിന് എന്ത് സംഭവിച്ചിരിക്കുകയാണ്? ഡിവൈഡിങ് സംഭവിച്ചിരിക്കുക. അതായത് മാറ്ററിന്റെ ക്വാണ്ടിറ്റീനെ ഡിവൈഡ് ചെയ്യുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രഷറിന് അതിനോടൊപ്പം ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരു സിസ്റ്റത്തിനെ ക്വാണ്ടിറ്റേറ്റീവ്ലി നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുന്ന സമയത്തോ പ്രഷർ എന്ന് പറയുന്ന തെർമോഡൈനാമിക് വാരിയബിളിന് ഡിവിഷനും സംഭവിക്കുന്നില്ല, അതുപോലെ തന്നെ കോമ്പിനേഷൻ സംഭവിക്കുന്നില്ല. അതിനർത്ഥം പ്രഷർ എന്ന് പറയുന്ന തെർമോഡൈനാമിക് വാല്യൂ ഒരു സിസ്റ്റത്തിന്റെ മാറ്ററിനെ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിനെ എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഉള്ളത്. അതായത് പ്രഷർ എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഇന്റൻസീവ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഇന്റൻസീവ് വാല്യൂബിൾ ആണ്. അതുപോലെ നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇതുപോലെ തന്നെ ഞാൻ C എന്ന് പറയുന്ന സിസ്റ്റം കൺസിഡർ ചെയ്യാണ്. ആ C എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ ടോട്ടൽ ടെമ്പറേച്ചർ ആണ് T എന്ന് പറയുന്നത്. ഈ C എന്ന സിസ്റ്റത്തിനെ ഞാൻ നേരത്തെ പോലെ തന്നെ ഈക്വൽ ഹാഫ്സ് ആയിട്ട് ക്വാണ്ടിറ്റേറ്റീവ്ലി ഞാൻ ഡിവൈഡ് ചെയ്യാണ്. C1 എന്ന് പറയുന്ന സിസ്റ്റം ആൻഡ് C2 എന്ന് പറയുന്ന സിസ്റ്റം ഹോമോജീനിയസ് സിസ്റ്റം തന്നെ സെപ്പറേറ്റഡ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും C1 എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ എന്താണ്? C2 എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ. C1 എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ T തന്നെയായിരിക്കും, C2 എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ തന്നെയായിരിക്കും, T തന്നെയായിരിക്കും. യാതൊരു മാറ്റവും ടെമ്പറേച്ചറിൽ സംഭവിക്കുന്നത്. അതായത് T എന്ന് പറയുന്നത് അപ്പോൾ T എന്ന് പറയുന്നത് അപ്പോൾ എന്ത് ക്വാണ്ടിറ്റി ആയിരിക്കും? ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റി ആയിരിക്കും? ഇന്റൻസീവ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഇന്റൻസീവ് വാല്യൂബിൾ. അതായത് മാറ്ററെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ എന്ന് പറയുന്ന തെർമോഡൈനാമിക് വാല്യൂബിൾ എന്ത് സംഭവിക്കുന്നില്ല? ഡിവിഷൻ സംഭവിക്കുന്നില്ല. അത് ആ പ്രോപ്പർട്ടി ആ സിസ്റ്റത്തിൽ ത്രൂ ഔട്ട് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ അതുപോലെ നമുക്ക് അടുത്ത കേസ് നോക്കാം. D എന്ന് പറയുന്ന സിസ്റ്റം, ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ മാറ്ററിന്റെ അളവ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് N ആണെന്ന് വിചാരിക്കുക. ഈ സിസ്റ്റത്തിനെ ഞാൻ രണ്ട് ഈക്വൽ ഹൗസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. D1 എന്ന് പറയുന്ന സിസ്റ്റം ആൻഡ് D2 എന്ന് പറയുന്ന സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും D1 എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ ക്വാണ്ടിറ്റി ആൻഡ് D2 എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ ക്വാണ്ടിറ്റി? നമുക്ക് ഈസി ആയിട്ട് പറയാം. N എന്ന് പറയുന്നതാണ് ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റി. ഇതിനെ ഞാൻ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് n/2 ആയിരിക്കും ഇതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതായത് N എന്ന് പറയുന്ന ക്വാണ്ടിറ്റി അപ്പോൾ എന്ത് വാരിയബിൾ ആണ്? എക്സ്റ്റെൻസീവ് വാരിയബിൾ അല്ലെങ്കിൽ എക്സ്റ്റെൻസീവ് ക്വാണ്ടിറ്റി ആണ്. അതായത് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിലെ തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിലെ കാർനോട്ട് എഞ്ചിൻ ആണ്. എന്താണ് കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത്? എന്താണ് ഹീറ്റ് എഞ്ചിൻ നമുക്ക് നോക്കാം. ഹീറ്റ് എനർജീനെ വർക്ക് ആക്കി മാറ്റണം അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റണം ഏതൊരു ഡിവൈസിനെയും വിളിക്കുന്ന പേരാണ് ഹീറ്റ് എഞ്ചിൻ. ഏതൊരു ഹീറ്റ് എഞ്ചിനും പ്രധാനമായും 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ സോഴ്സ്, രണ്ടാമത്തെ സിങ്ക്, മൂന്നാമത്തെ വർക്കിംഗ് സബ്സ്റ്റൻസ്. എന്താണ് സോഴ്സ്? ഹയർ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന പുറമേക്ക് ഹീറ്റിനെ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ റിജക്ട് ചെയ്യുന്ന ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി ഉള്ള ഹീറ്റ് എഞ്ചിന്റെ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോഴ്സ്. സിങ്ക് എന്ന് പറയുന്നത് ലോവർ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന പുറമെ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി ഉള്ള ഹീറ്റ് എഞ്ചിന്റെ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിങ്ക്. മൂന്നാമത്തെ വർക്കിംഗ് സബ്സ്റ്റൻസ്. ഹീറ്റ് എഞ്ചിൻ പ്രവർത്തിക്കുന്ന സമയത്ത് വാരിയസ് പ്രോസസ്സുകളിലൂടെ, അതായത് റിവേഴ്സിബിൾ ആയിട്ടുള്ള സൈക്ലിക് ആയിട്ടുള്ള പ്രോസസ്സുകളിലൂടെ കടന്നു പോകുന്ന ഹീറ്റ് എഞ്ചിന്റെ ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് സബ്സ്റ്റൻസ്. ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ വർക്കിംഗ് സബ്സ്റ്റൻസിന് മുകളിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ വർക്കിംഗ് സബ്സ്റ്റൻസിൽ നിന്നാണ് പുറമേക്ക് നമുക്ക് വർക്ക്, അതായത് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇനി നമ്മൾ പറഞ്ഞു സോഴ്സിനും സിങ്കിലും ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി ആണ്. എന്താണ് ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതായത് സോഴ്സ് ആൻഡ് സിങ്ക് ഈ പറയുന്ന രണ്ടാൾക്കാർക്കും ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി ആണ്. അതായത് സോഴ്സ് ഹീറ്റിനെ പുറമേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ്, ഹയർ ടെമ്പറേച്ചറിലുള്ള ആളാണ്. അതിന് ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി ആണ് എങ്കിൽ എത്ര ഹീറ്റിനെ അത് പുറമേക്ക്, എത്ര ഹീറ്റ് എനർജിനെ അത് പുറമേക്ക് പ്രൊവൈഡ് ചെയ്താലും അതിന്റെ ടെമ്പറേച്ചറിൽ കാര്യമായി യാതൊരു മാറ്റവും സംഭവിക്കില്ല. അതായത് അപ്രോക്സിമേറ്റ്ലി അതിന്റെ ടെമ്പറേച്ചർ സെയിം ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും. അതുപോലെ തന്നെ സിങ്കിലും ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി ആണ്. അതായത് എത്ര ഹീറ്റിനെ അത് പുറമെ നിന്ന് അബ്സോർബ് ചെയ്താലും അതിന്റെ ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയി സെയിം തന്നെയായിട്ട് റിമെയിൻ ചെയ്യും. അതാണ് സോഴ്സിനും സിങ്കിലും ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി ആണ് എന്ന് പറയുന്നത്.
ഇനി എങ്ങനെയാണ് ഈ ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു സോഴ്സ് എന്ന് പറയുന്നത് പുറമേക്ക് ഹീറ്റിനെ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന ആളാണ്. സിങ്ക് എന്ന് പറയുന്നത് പുറമെ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന ആളാണ്. ഈ പറയുന്ന രണ്ട് ആൾക്കാർക്കും ഇടയിലുള്ള ഒരു മീഡിയേറ്റർ ആണ് വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഹീറ്റ് എഞ്ചിൻ പ്രവർത്തിക്കുന്ന സമയത്ത് സോഴ്സ് ഹീറ്റ് എനർജിനെ പുറമേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോഴ്സ് പുറമേക്ക് പ്രൊവൈഡ് ചെയ്ത ഹീറ്റ് എനർജി, അതായത് Q1 എന്ന് പറയുന്ന ഹീറ്റ് എനർജി ആണെങ്കിൽ ആ എനർജിനെ അബ്സോർബ് ചെയ്യുന്നത് വർക്കിംഗ് സബ്സ്റ്റൻസ് ആണ്. വർക്കിംഗ് സബ്സ്റ്റൻസ് ഹീറ്റ് എനർജിനെ Q1 എന്ന് പറയുന്ന ഹീറ്റ് എനർജിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്നു. ബാക്കി വർക്ക് ചെയ്തതിന് ശേഷം റിമെയിൻ ചെയ്യുന്ന, അതായത് Q1 എന്ന് പറയുന്ന ഹീറ്റ് എനർജിയാണ് വർക്കിംഗ് സബ്സ്റ്റൻസ് സോഴ്സിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നത്. ആ അബ്സോർബ് ചെയ്ത ഹീറ്റ് എനർജി ഉപയോഗിച്ച് അത് വർക്ക് ചെയ്യുന്നു. ബാക്കി റിമെയിൻ ചെയ്യുന്ന ഹീറ്റ് എനർജി, അബ്സോർബ് ചെയ്ത ഹീറ്റ് എനർജിയിൽ റിമെയിൻ ചെയ്യുന്ന ഹീറ്റ് എനർജി അത് സിങ്കിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് സോഴ്സ് ഹീറ്റിനെ പുറത്തേക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. Q1 എന്ന് പറയുന്ന ഹീറ്റ് ആണെന്ന് വിചാരിക്കുക. ഈ Q1നെ വർക്കിംഗ് സബ്സ്റ്റൻസ് അബ്സോർബ് ചെയ്യുന്നു, എന്നിട്ട് അത് വർക്ക് ചെയ്യുന്നു. ആ വർക്ക് നമുക്ക് പുറമേക്ക് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നു. വർക്ക് ചെയ്തതിന് ശേഷം ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് സോഴ്സിൽ നിന്ന് അബ്സോർബ് ചെയ്ത ഹീറ്റ് എനർജി, അതായത് Q1ൽ ബാക്കിയുള്ള ഹീറ്റ് എനർജി Q2 എന്ന് പറയുന്ന ഹീറ്റ് എനർജിനെ സിങ്കിന് പ്രൊവൈഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. ഇനി ഹീറ്റ് എഞ്ചിൻ എപ്പോഴാണ് നല്ല എഫിഷ്യന്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും? ഏതൊരു ഹീറ്റ് എഞ്ചിനും നമുക്ക് യൂസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ അത് നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണം. അതായത് അബ്സോർബ് ചെയ്യുന്ന എല്ലാ ഹീറ്റ് എനർജിയും അതിനെ വർക്കാക്കി മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് 100% എഫിഷ്യൻസി ആണെന്ന് നമുക്ക് പറയാം. എന്താണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്? അതായത് ഒരു ഹീറ്റ് എഞ്ചിൻ എത്രത്തോളം എഫിഷ്യന്റ് ആണ്, അല്ലെങ്കിൽ അത് അബ്സോർബ് ചെയ്യുന്ന ഇൻപുട്ട് എനർജി അല്ലെങ്കിൽ ഹീറ്റ് എനർജിനെ എത്രത്തോളം അതിന് വർക്കാക്കി മാറ്റാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതായത് എഫിഷ്യൻസി ഈസ് ദ റേഷ്യോ ഓഫ് വർക്ക് ഓർ ഔട്ട്പുട്ട് ടു ദ ഇൻപുട്ട്, ദാറ്റ് ഈസ് ഹീറ്റ് അബ്സോർബ്. അതായത് എഫിഷ്യൻസി ഈറ്റ ഈസ് ഈക്വൽ ടു വർക്ക്, ദാറ്റ് ഈസ് ഔട്ട്പുട്ട്, by Q1, that is input. ഇതാണ് ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എനർജി എത്രത്തോളം അതിന് വർക്കാക്കി മാറ്റാൻ പറ്റുന്നുണ്ട്, ഹീറ്റ് എനർജി ഇൻപുട്ട് ഹീറ്റ് എനർജിനെ എത്രത്തോളം അതിന് ഔട്ട്പുട്ട് ആക്കി മാറ്റാനായിട്ട് പറ്റുന്നുണ്ട്, വർക്കാക്കി മാറ്റാനായിട്ട് പറ്റുന്നുണ്ട്, അത് പറയുന്നതാണെങ്കിൽ അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വർക്ക് to the input heat energy that is absorbed by the working substance from the source. ഇനി ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കാം. നമുക്കറിയാം എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു ഈറ്റ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ Q1 R. ഇനി എന്താണ് വർക്ക്? W. സോഴ്സിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്ത് വർക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഹീറ്റ് ആണ് സിങ്കിന് പ്രൊവൈഡ് ചെയ്യുന്നത്. സോഴ്സിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് Q1 ആണെന്ന് വിചാരിക്കുക. സിങ്കിലേക്ക് റിജക്ട് ചെയ്യുന്ന ഹീറ്റ് Q2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്രത്തോളം ഹീറ്റ് എനർജി അത് വർക്കാക്കി മാറ്റുന്നതായിരിക്കും? That is work is equal to Q1 minus Q2. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എഫിഷ്യൻസി? എഫിഷ്യൻസി ഈറ്റ is equal to Q1 minus Q2. ഇൻപുട്ട് എന്ന് പറയുന്ന അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എനർജിയാണ്, that is Q. That is equal to 1 minus Q2 by Q1. ഇതാണ് ഏതൊരു ഹീറ്റ് എഞ്ചിന്റെയും എഫിഷ്യൻസിയുള്ള എക്സ്പ്രഷൻ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലാക്കാം. അതായത് നമ്മൾ പറഞ്ഞു ഏതൊരു ഹീറ്റ് എഞ്ചിനും നമുക്ക് 100% എഫിഷ്യൻസി എത്തിക്കാനായിട്ട് സാധിക്കില്ല. അതിന് കാരണം നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് തന്നെ നോക്കാം. എഫിഷ്യൻസി 100% ആവണമെന്നുണ്ടെങ്കിൽ ഈറ്റ ഇസ് ഈക്വൽ ടു 1 ആണ്. ഈറ്റ 1 ആവണം എന്നുണ്ടെങ്കിൽ Q2 0 ആവണം. Q2 എന്ന് പറയുന്നത് സിങ്കിലേക്ക് വർക്കിംഗ് സബ്സ്റ്റൻസ് റിമെയിൻ ചെയ്യുന്ന എനർജി പ്രൊവൈഡ് ചെയ്യുന്ന അളവാണ് Q2 എന്ന് പറയുന്നത്. സിങ്കിലേക്ക് പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന എനർജിയാണ് Q2 എന്ന് പറയുന്നത്. Q2 0 ആയാൽ മാത്രമേ ഈറ്റ 1 ആവുള്ളൂ, അതായത് എഫിഷ്യൻസി 100% ആവുള്ളൂ. സിങ്കിലേക്ക് ഒരിക്കലും നമുക്ക് 0 എനർജി പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അതായത് അതിനർത്ഥം എന്താണ്? ഇൻപുട്ട് എനർജി, അതായത് സോഴ്സിൽ നിന്ന് അബ്സോർബ് ചെയ്യപ്പെടുന്ന എല്ലാ ഹീറ്റ് എനർജിയും വർക്കിംഗ് സബ്സ്റ്റൻസിന് വർക്കാക്കി മാറ്റാൻ സാധിച്ചാൽ മാത്രമേ
ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി 100% ആവുള്ളൂ. ഒരിക്കലും പ്രാക്ടിക്കലി ആക്ച്വൽ ഹീറ്റ് എഞ്ചിനിൽ അബ്സോർബ് ചെയ്യപ്പെടുന്ന എല്ലാ എനർജിയും എന്താക്കി മാറ്റാൻ സാധിക്കില്ല, വർക്ക് ആക്കിയിട്ട് മാറ്റാനായിട്ട് സാധിക്കുന്നില്ല. എങ്ങനെ പോയാലും ഒരു കുറച്ച് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി വർക്കിംഗ് സബ്സ്റ്റൻസിൽ ബാക്കി ഉണ്ടായിരിക്കും, അത് സിലിണ്ടർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ പ്രാക്ടിക്കലി 100% എഫിഷ്യൻസി അതായത് ഈറ്റയുടെ വാല്യൂ 1 ആണെന്നാണ് പറയുന്നത് പോസിബിൾ അല്ല. ഇത് ഹീറ്റ് എഞ്ചിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. നമുക്ക് എപ്പോഴും ആവശ്യം ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി മാക്സിമം ആക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി മാക്സിമം ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത ഒരു ഐഡിയൽ എഞ്ചിൻ, ഐഡിയൽ ഹീറ്റ് എഞ്ചിനാണ് കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത്. നിക്കോളാസ് ലിയോനാർഡ് സാഡി കാർനോട്ട് എന്ന ഫ്രഞ്ച് എഞ്ചിനീയർ ഡിസൈൻ ചെയ്തൊരു ഐഡിയൽ എഞ്ചിൻ, ഐഡിയൽ ഹീറ്റ് എഞ്ചിനാണ് കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത്. അതിന്റെ പേര് പറയുന്ന പോലെ അതൊരു ഐഡിയൽ എഞ്ചിനാണ്, ആക്ച്വൽ ഹീറ്റ് എഞ്ചിൻ അല്ല. അതൊരു കൺസെപ്റ്റ് മാത്രമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഹീറ്റ് എഞ്ചിനെ അതിനെ മോഡലാക്കിക്കൊണ്ട് ഹീറ്റ് എഞ്ചിന്റെ ലിമിറ്റേഷൻസ് ഒക്കെ മറികടക്കാൻ വേണ്ടി അല്ലെങ്കിൽ നല്ലൊരു ഹീറ്റ് എഞ്ചിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തൊരു ഐഡിയൽ ഹീറ്റ് എഞ്ചിനാണ് കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത്. അതൊരു ആക്ച്വൽ ഹീറ്റ് എഞ്ചിൻ അല്ല, ഒരു ഐഡിയൽ കൺസെപ്റ്റ് മാത്രമാണ്. ഈ ഒരു കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഹീറ്റ് എഞ്ചിനെ ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. കാർനോട്ട് എഞ്ചിന് പ്രധാനമായി 4 ഭാഗങ്ങളാണുള്ളത്: ഇൻസുലേറ്റിംഗ് സിലിണ്ടർ, ഇൻസുലേറ്റഡ് സ്റ്റാൻഡ്, സോഴ്സ് ആൻഡ് സിങ്ക്. ഇൻസുലേറ്റിംഗ് സിലിണ്ടർ എന്ന് പറയുന്നത് വർക്കിംഗ് സബ്സ്റ്റൻസിനെ ക്യാരി ചെയ്യുന്ന ഭാഗമാണ് ഇൻസുലേറ്റിംഗ് സിലിണ്ടർ എന്ന് പറയുന്നത്. ഈ ഇൻസുലേറ്റിംഗ് സിലിണ്ടറിന്റെ സൈഡ് വാൾസ് ഇൻസുലേറ്റർ കൊണ്ടായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഈ ഇൻസുലേറ്റിംഗ് സിലിണ്ടറിന് ഒരു പിസ്റ്റൺ ഉണ്ട്, അതും ഇൻസുലേറ്റർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പിസ്റ്റൺ ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ ആണ്. അതായത് ഈ പിസ്റ്റനെ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫ്രിക്ഷന്റെ പ്രസൻസ് ഒന്നുമില്ല, അങ്ങനെ എനർജി ഒന്നും ലോസ് ആവില്ല. അതായത് ഒരു തരത്തിലുള്ള ഡിസിപ്പേറ്റീവ് ഫോഴ്സസും ഇവിടെ പ്രസന്റ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ മൂവ് ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ള എനർജി ലോസും സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ എന്ന് പറയുന്നത്. ഈ 2 സൈഡ് വാൾസും ഇൻസുലേറ്റഡ് ആണ്, പിസ്റ്റണും ഇൻസുലേറ്റഡ് ആണ്. മാത്രമല്ല ഇത് ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ ആണ്. ഇതിനെ മൂവ് ചെയ്യുന്ന സമയത്ത് യാതൊരു എനർജി ലോസും സംഭവിക്കുന്നില്ല, ഒരു ഡിസിപ്പേറ്റീവ് ഫോഴ്സസിന്റെ പ്രസൻസും ഇവിടെ ഇല്ല. ഇതിനുള്ളിലാണ് വർക്കിംഗ് സബ്സ്റ്റൻസിനെ ക്യാരി ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ ഇൻസുലേറ്റിംഗ് സിലിണ്ടറിന്റെ പ്രത്യേകത ഇതിന്റെ ഈ ഭാഗങ്ങളെല്ലാം അതായത് സൈഡ് വാൾസും പിസ്റ്റണും ഒക്കെ ഇൻസുലേറ്റഡ് ആണ് എങ്കിലും ഏറ്റവും താഴെയുള്ള ഭാഗം ബോട്ടം പോർഷൻ എന്ന് പറയുന്നത് ഇൻസുലേറ്റർ കൊണ്ടല്ല, അത് കണ്ടക്റ്റിംഗ് പോർഷൻ ആണ്. ഇത് തെർമൽ കണ്ടക്ടർ കൊണ്ടാണ് ഇതിന്റെ ബോട്ടം പോർഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ ഭാഗം ഇൻസുലേറ്റഡ് സ്റ്റാൻഡ്. ഇൻസുലേറ്റഡ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡ് ആണ്, അത് ഫുള്ളി ഇൻസുലേറ്റർ കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡ് ആണ് ഇൻസുലേറ്റഡ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അതിന്റെ ഫുൾ കവറിംഗ് ഔട്ട്സൈഡിലേക്കുള്ള എല്ലാ പോർഷനും തന്നെ ഇൻസുലേറ്റർ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക. മൂന്നാമത്തെ ഭാഗം സോഴ്സ്. സോഴ്സ് എന്ന് പറയുന്നത് ഹയർ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹയർ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന അപ്പോഴത്തേക്ക് ഹീറ്റിനെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി ഉള്ള ഭാഗമാണ് സോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിങ്ക് ലോവർ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന എന്നാൽ ഹീറ്റിനെ പുറമെ നിന്ന് അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി ഉള്ള ഭാഗമാണ് സിങ്ക് എന്ന് പറയുന്നത്. കാർനോട്ട് എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇൻസുലേറ്റിംഗ് സിലിണ്ടറിനുള്ളിലുള്ള വർക്കിംഗ് സബ്സ്റ്റൻസ് വാരിയസ് പ്രോസസ്സുകളിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഈ പ്രോസസ്സുകളുടെ പ്രത്യേകത ഇത് റിവേഴ്സിബിൾ പ്രോസസ്സുകളാണ്, മാത്രമല്ല സൈക്ലിക് പ്രോസസ് ആണ്. സൈക്ലിക് പ്രോസസ് ആണ് എന്ന് പറയുന്നതിനുള്ള കാരണം വർക്കിംഗ് സബ്സ്റ്റൻസ് ഈ പ്രോസസ്സുകളിലൂടെ എല്ലാം കടന്നു പോയതിനു ശേഷവും അത് ഇനീഷ്യലി അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റ് എങ്ങനെയായിരുന്നു അതേ സ്റ്റേറ്റിൽ തന്നെയാണ് തിരിച്ചെത്തുന്നത്. അതായത് കാർനോട്ട് എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ തുടക്കത്തിൽ വർക്ക് ചെയ്യുന്നതിന് മുന്നേ വർക്കിംഗ് സബ്സ്റ്റൻസിന്റെ സ്റ്റേറ്റ് എന്താണ്, പ്രഷർ വോളിയം എല്ലാം എന്ത് തന്നെയാണോ അതേ സ്റ്റേറ്റിൽ തന്നെയാണ് ഈ സൈക്ലിക് പ്രോസസ്സുകളിലൂടെ കടന്നു പോയതിനു ശേഷവും വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കുക. അതായത് വർക്കിംഗ് സബ്സ്റ്റൻസിന് ഈ പ്രോസസ്സുകളിലൂടെ കടന്നു പോയതിനു ശേഷം യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അതായത് അതിന്റെ ഇന്റേണൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും, ഇന്റേണൽ എനർജിക്ക് യാതൊരു മാറ്റവും സംഭവിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രോസസ്സുകളെ സൈക്ലിക് പ്രോസസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഈ സൈക്ലിക് പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർനോട്ട് സൈക്കിൾ. കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു റിവേഴ്സിബിൾ സൈക്കിളാണ്. മാത്രമല്ല അത് സൈക്ലിക് പ്രോസസ് ആയതുകൊണ്ട് തന്നെ കാർനോട്ട് സൈക്കിളിൽ പങ്കെടുക്കുന്നതിന് മുന്നേ വർക്കിംഗ് സബ്സ്റ്റൻസിന്റെ സ്റ്റേറ്റ് എന്താണ്, ഇന്റേണൽ എനർജി എന്താണ്, അതേ സ്റ്റേറ്റിലേക്ക് തന്നെയായിരിക്കും വർക്കിംഗ് സബ്സ്റ്റൻസ് കാർനോട്ട് സൈക്കിളിലൂടെ പങ്കെടുത്തതിന് ശേഷവും തിരിച്ചെത്തുക. കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്
നാല് റിവേഴ്സിബിൾ പ്രോസസ്സുകൾ കൂടി ചേർന്നുണ്ടാവുന്നതാണ് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഈ റിവേഴ്സിബിൾ പ്രോസസ്സുകൾ? ഒന്നാമത്തെ ഐസോതെർമൽ എക്സ്പാൻഷൻ, രണ്ടാമത്തെ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, മൂന്നാമത്തെ ഐസോതെർമൽ കംപ്രഷൻ, നാലാമത്തെ അഡിയാബാറ്റിക് കംപ്രഷൻ. ഇനി എങ്ങനെയാണ് ഈ പ്രോസസ്സുകളിലൂടെ വർക്കിംഗ് സബ്സ്റ്റൻസ് കടന്നു പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ എന്താണ് ഇൻഡിക്കേറ്റർ ഡയഗ്രാമിലൂടെ നമുക്ക് നോക്കാം. കാരണം നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടുതൽ എളുപ്പം ഇൻഡിക്കേറ്റർ ഡയഗ്രാം ഉപയോഗിച്ചിട്ടാണ്. ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത് ഏതൊരു തെർമോഡൈനാമിക് പ്രോസസ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡയഗ്രത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡിക്കേറ്റർ ഡയഗ്രാം. ജനറലി ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ വോളിയം വി, വൈ ആക്സിസിൽ പി പ്രഷർ, ഈ രണ്ട് ആക്സിസിനെ അടിസ്ഥാനമാക്കി വരയ്ക്കുന്ന കർവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡിക്കേറ്റർ ഡയഗ്രാം. പി വി ഡയഗ്രാം എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഈ ഡയഗ്രാം ഉപയോഗിച്ച് നമുക്ക് ഈ പ്രോസസ്സുകളെ കുറച്ചും കൂടെ എളുപ്പത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത് ഈ ഡയഗ്രത്തിനെ അടിസ്ഥാനമാക്കിയാണ് ഉള്ളത്. എന്താണ് ഐസോതെർമൽ എക്സ്പാൻഷൻ? നമുക്കറിയാം കാർനോട്ട് സൈക്കിളിലെ ഏറ്റവും ആദ്യത്തെ റിവേഴ്സിബിൾ പ്രോസസ്സാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ. ഐസോതെർമൽ എക്സ്പാൻഷൻ അതായത് കാർനോട്ട് സൈക്കിളിലേക്ക് കടക്കുന്നതിന് മുന്നേ സപ്പോസ് ഏറ്റവും ആദ്യം വർക്കിംഗ് സബ്സ്റ്റൻസിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അതായത് വർക്കിംഗ് സബ്സ്റ്റൻസിന്റെ പ്രഷർ എന്ന് പറയുന്നത് P1 ആണെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ അതിന്റെ വോളിയം എന്ന് പറയുന്നത് V1 ആണെന്ന് വിചാരിക്കുക. ഇതാണ് ആ കോർഡിനേറ്റ് എന്ന് വിചാരിക്കുക. ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. പ്രഷറിനെയും വോളിയത്തിനെയും അടിസ്ഥാനമാക്കി നമ്മൾ വരയ്ക്കുന്ന കർവിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ഡയഗ്രാം വിളിക്കുന്നത്. ഈ ഇൻഡിക്കേറ്റർ ഡയഗ്രാമിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഈ ഓരോ പ്രോസസ്സുകളെയും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കാർനോട്ട് സൈക്കിളിലേക്ക് കടക്കുന്നതിന് മുന്നുള്ള വർക്കിംഗ് സബ്സ്റ്റൻസിന്റെ പ്രഷറും വോളിയമാണ് P1 V1 എന്നും വിചാരിക്കുക. P1 സപ്പോസ് P1 ആൻഡ് P1 ആണ് ഇതിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് വിചാരിക്കുക. ഇനീഷ്യൽ പ്രഷർ ആണ് ഇനീഷ്യൽ വോളിയം എന്ന് വിചാരിക്കുക. ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. അതായത് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ഇൻസുലേറ്റിംഗ് സിലിണ്ടറിനെ സോഴ്സിന്റെ മുകളിൽ വെക്കാണ്. ഈ സോഴ്സിന്റെ മുകളിൽ വെക്കുന്നതിനോടൊപ്പം നമ്മൾ ഈ ഇൻസുലേറ്റിംഗ് സിലിണ്ടറിന്റെ പിസ്റ്റണിനെ മുകളിലേക്ക് വലിച്ചുകൊണ്ട് ഇതിനുള്ളിലുള്ള വർക്കിംഗ് സബ്സ്റ്റൻസിനെ എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താണ് അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുക? സോഴ്സ് എന്ന് പറയുന്നത് ഹയർ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ഒരാളാണ്. ഈ ഇൻസുലേറ്റിംഗ് സിലിണ്ടറിന്റെ ബോട്ടം പോർഷൻ എന്ന് പറയുന്ന ഒരു തെർമൽ കണ്ടക്ടർ ആണ്. അതായത് സോഴ്സിന്റെ മുകളിൽ ഈ ഇൻസുലേറ്റിംഗ് സിലിണ്ടറിനെ കൊണ്ടുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ആണ്, ഈ ഹീറ്റ് എനർജിയുടെ കണ്ടക്ഷൻ സംഭവിക്കുന്നത് നമുക്കറിയാം. കാരണം രണ്ടും തെർമൽ കണ്ടക്ടേഴ്സ് ആണ്, പരസ്പരം ഹീറ്റിനെ കൈമാറും. ഈ വർക്കിംഗ് സബ്സ്റ്റൻസിനെ നമ്മൾ സോഴ്സിന് മുകളിൽ വെക്കുന്നതിനോടൊപ്പം നമ്മൾ പിസ്റ്റന്റെ മുകളിലേക്ക് വലിച്ചുകൊണ്ട് ഈ വർക്കിംഗ് സബ്സ്റ്റൻസിന്റെ വോളിയത്തിനെ ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യാണ് ചെയ്യുക. എക്സ്പാൻഷൻ സംഭവിക്കുമ്പോൾ അതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. വോളിയം ഇൻക്രീസ് ചെയ്യുക മാത്രമല്ല അതിന്റെ പ്രഷർ അപ്പോൾ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അതായത് സോഴ്സിന്റെ മുകളിൽ വെക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ വർക്കിംഗ് സബ്സ്റ്റൻസിന് എക്സ്പാൻഷൻ സംഭവിക്കും. കാരണം നമ്മൾ പിസ്റ്റൺ മുകളിലേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. എക്സ്പാൻഷൻ എന്ന് പറയുന്നത് വോളിയം ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിന് ഒപ്പം എന്ത് സംഭവിക്കും? പ്രഷർ ഡിക്രീസ് ചെയ്യും. പ്രഷർ ലോവർ ആവാണ് ചെയ്യുന്നത്. ഇനി ഗ്യാസിന് നമുക്ക് ജനറലി വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഐഡിയൽ ഗ്യാസ്, കാർനോട്ട് സൈക്കിളിന്റെ കൺസെപ്റ്റില് വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഐഡിയൽ ഗ്യാസ് ആണ്. അതായത് ഐഡിയൽ ഗ്യാസ് ഒബേ ചെയ്യുന്ന എല്ലാ റോൾസും ആരും ഒബേ ചെയ്യും? ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് ഒബേ ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. വോളിയത്തിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള പ്രഷർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. വോളിയം ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിൽ എന്ത് സംഭവിക്കും? ഇങ്ങോട്ട് നീങ്ങാണ് ചെയ്യുക. വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിനൊപ്പം എന്താ സംഭവിക്കുന്നത്? പ്രഷർ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. സപ്പോസ് ഈ ഒരു പ്രോസസ്സിന് ശേഷം എത്തുന്ന വോളിയം V2, then പ്രഷർ P2. വോളിയം ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എക്സ് ആക്സിൽ ഇങ്ങോട്ട് നീങ്ങുന്നത്. പ്രഷർ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. വൈ ആക്സിൽ കുറച്ച് ഡിക്രീസ് ചെയ്യാണ് സംഭവിച്ചത്. ഓക്കെ, ഇനി ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്കറിയാം വോളിയം ഇൻക്രീസ് ചെയ്യാണ്, എക്സ്പാൻഷൻ സംഭവിക്കുകയാണെന്ന് പറയുന്നത്. വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ത് ചെയ്യാണ്? സ്വയം വർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ വർക്ക് ചെയ്യാതെ ചെയ്യണം. നമ്മളത് പിസ്റ്റൺ കഴിക്കുമ്പോൾ അതിന്റെ എക്സ്പാൻഷൻ സംഭവിക്കും. എക്സ്പാൻഷൻ സംഭവിക്കുക, ഒരു ഐഡിയൽ ഗ്യാസിന് എക്സ്പാൻഷൻ സംഭവിക്കുക എന്ന് വെച്ചാൽ അത് അതിന്റെ ഇന്റേണൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് സ്വയം വർക്ക് ചെയ്യാണ്
നിന്ന് ഇന്റേണൽ എനർജി എന്ത് ചെയ്യും? ഒന്ന് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. അങ്ങനെ ഇന്റേണൽ എനർജി റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു പ്രോസസ് നടക്കുന്ന സമയത്ത് ഈ ഇൻസുലേറ്റിംഗ് സിലിണ്ടർ എവിടെയാണുള്ളത്? സോഴ്സിന്റെ മുകളിലാണുള്ളത്. ആ സോഴ്സിന്റെ മുകളിൽ ഇരിക്കുന്ന സമയത്താണ് ഇതിലേക്ക് സംഭവിക്കുന്നത്, അതിന്റെ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സോഴ്സും വർക്കിംഗ് സബ്സ്റ്റൻസും തമ്മിലൊരു ടെമ്പറേച്ചർ ഡിഫറൻസ് വരും. ആ ടെമ്പറേച്ചർ ഡിഫറൻസിന്റെ റിസൾട്ട് ആയിട്ട് സോഴ്സിൽ നിന്ന് വർക്കിംഗ് സബ്സ്റ്റൻസിലേക്ക് എന്ത് ഫ്ലോ ചെയ്യും? ഹീറ്റ് എനർജി അല്ലെങ്കിൽ എനർജി ഫ്ലോ ചെയ്യും. ഇതാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇത് ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് വിളിക്കുന്നത് വെച്ചാൽ ഇവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട്. ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ളപ്പോഴാണ് നമുക്കറിയാം ഏതൊരു സിസ്റ്റം തമ്മിലും രണ്ട് സിസ്റ്റം തമ്മിലും ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിലാണ് എന്ത് ഫ്ലോ ചെയ്യുള്ളൂ? ഹീറ്റ് എനർജി പരസ്പരം ഫ്ലോ ചെയ്യുള്ളൂ. അങ്ങനെ ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് വേണം. എപ്പോൾ വരുന്നത് ഫ്ലോ ചെയ്യും? ആ രണ്ട് സിസ്റ്റത്തിന്റെയും ടെമ്പറേച്ചേഴ്സ് ഈക്വൽ ആവുന്ന വരെ എന്ത് ചെയ്യും? അവർ എനർജി കൈമാറിക്കൊണ്ടിരിക്കും. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അങ്ങനെ ഹീറ്റ് എനർജി സോഴ്സ് വർക്കിംഗ് സബ്സ്റ്റൻസിന് കൊടുക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട്? അവർ തമ്മിലുള്ള അല്ലെങ്കിൽ അവരുടെ ടെമ്പറേച്ചേഴ്സ് ഈക്വൽ ആവാൻ വേണ്ടിയിട്ട്. അതായത് ഈ പ്രോസസ് നടക്കുന്നത് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ്. ഇതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നത്, പ്രഷർ ഡിക്രീസ് ചെയ്യുന്നത്, ഹീറ്റ് എനർജിയുടെ സോഴ്സ് ആക്കി കൊടുക്കുന്നു, വർക്കിംഗ് സബ്സ്റ്റൻസിന് കൊടുക്കും. ഇതൊരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ നടക്കുന്ന ഒരു എക്സ്പാൻഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ. ആ ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ് ഈ ഒരു കർവ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഐസോതെർമൽ എക്സ്പാൻഷനിലൂടെ P1 P1 എന്ന് പറയുന്ന ഇനീഷ്യൽ സ്റ്റേറ്റ് വർക്കിംഗ് സബ്സ്റ്റൻസിലെ ഇനീഷ്യൽ സ്റ്റേറ്റ് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുകയാണ്? P2 എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ്. P2 എന്ന് പറയുന്നത് P1നേക്കാൾ ലോവർ പ്രഷർ ആണ്. കാരണം ഗ്യാസിന് എന്താണ് സംഭവിച്ചത്? ഐഡിയൽ ഗ്യാസ് അല്ലെങ്കിൽ വർക്കിംഗ് സബ്സ്റ്റൻസിന് എന്താണ് സംഭവിച്ചത്? എക്സ്പാൻഷൻ ആണ് സംഭവിച്ചത്. അപ്പോൾ P2 എന്ന് പറയുന്നത് പ്രഷറാണ്, ലോവർ പ്രഷറാണ്. B2 എന്ന് പറയുന്നത് എക്സ്പാൻഷൻ സംഭവിച്ചതുകൊണ്ട് തന്നെ ഹയർ വോളിയം ആയിരിക്കും, വോളിയം ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഐസോതെർമൽ കർവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഐസോതെർമൽ കർവ് നമ്മൾ ഐസോതെർമൽ തന്നെയാണ് വിളിക്കുന്നത്, ഐസോതെർമൽ എന്ന് വിളിക്കുന്നത്. ഇതൊരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് നടക്കുന്നത്. T1 എന്ന് പറയുന്ന ടെമ്പറേച്ചർ, സപ്പോസ് T1 എന്ന് പറയുന്ന ടെമ്പറേച്ചറാണ് നടക്കുന്നത് വിചാരിക്കുക. T1 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് നടക്കുന്നത്. Q1 എന്ന് പറയുന്നതാണ് ഈ സമയം. T1 എന്ന് പറയുന്ന ടെമ്പറേച്ചറിനെ സോഴ്സും വർക്കിംഗ് സബ്സ്റ്റൻസും അറ്റൈൻ ചെയ്യാൻ വേണ്ടി, ഈക്വലൈസ് ടെമ്പറേച്ചേഴ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്ത ഹീറ്റിന്റെ എമൗണ്ട് ആണ് Q1 എന്ന് പറയുന്നത്. T1 എന്ന് പറയുന്ന ടെമ്പറേച്ചർ, അതായത് രണ്ടിനും ഈക്വൽ ആയിട്ട് ടെമ്പറേച്ചേഴ്സ് അറ്റൈൻ ചെയ്ത ടെമ്പറേച്ചറാണ് T1 എന്ന് പറയുന്നത്. ഈ T1 എന്ന് പറയുന്ന ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യാൻ വേണ്ടി സോഴ്സ് വർക്കിംഗ് സബ്സ്റ്റൻസിന് കൊടുത്ത ഹീറ്റ് എനർജിയാണ് Q1 എന്ന് പറയുന്നത്. ഇപ്പോൾ വർക്കിംഗ് സബ്സ്റ്റൻസിന്റെ പ്രഷർ എന്ന് പറയുന്നത് P2 ആൻഡ് വോളിയം എന്ന് പറയുന്നത് V2 ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, അതായത് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ. ഈ ഒരു സമയത്ത് സോഴ്സിന്റെ മുകളിലുണ്ടായിരുന്ന ഇൻസുലേറ്റിംഗ് സിലിണ്ടറിനെ നമ്മൾ ഇൻസുലേറ്റഡ് സ്റ്റാൻഡിന്റെ മുകളിൽ പ്ലേസ് ചെയ്യാണ്. ഇൻസുലേറ്റഡ് സ്റ്റാൻഡിന്റെ മുകളിൽ പ്ലേസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? നമുക്കറിയാം ഇൻസുലേറ്റഡ് സ്റ്റാൻഡ് ആണ്, അത് കണ്ടക്ട് ചെയ്ത തെർമൽ കണ്ടക്ടർ അല്ല. പക്ഷെ ഇൻസുലേറ്റിംഗ് സിലിണ്ടറിന്റെ ബോട്ടം തെർമൽ കണ്ടക്ടർ ആണ്. എങ്കിലും ഇവിടെ എന്ത് സംഭവിക്കില്ല? ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും തന്നെ സംഭവിക്കില്ല. കാരണം ഇത് പ്ലേസ് ചെയ്യുന്നത് ഒരു ഇൻസുലേറ്ററിന്റെ മുകളിലാണ്. അപ്പോൾ ഇവർ തമ്മിൽ എന്തുണ്ടാവില്ല? ഹീറ്റ് ട്രാൻസ്ഫർ, എനർജിയുടെ കൈമാറ്റം ഒന്നും സംഭവിക്കില്ല. ഓക്കെ, ഇനി ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ ഹീറ്റ് എനർജിയുടെ ട്രാൻസ്ഫർ സംഭവിക്കുന്നില്ല. അതായത് ഇവിടെ നടക്കുന്ന ഏതൊരു പ്രോസസ് ആണെന്നുണ്ടെങ്കിലും അത് എന്ത് പ്രോസസ്സാണ്? അഡിയാബാറ്റിക് പ്രോസസ് ആയിരിക്കും. എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയിരിക്കും, അഡിയാബാറ്റിക് പ്രോസസ് ആയിരിക്കും. ഈ ഒരു അഡിയാബാറ്റിക് പ്രോസസ് നടക്കുന്ന സമയത്ത്, അതായത് നമ്മൾ ഈ ഇൻസുലേറ്റഡ് സ്റ്റാൻഡിന് മുകളിൽ ഇൻസുലേറ്റിംഗ് സിലിണ്ടറിനെ വെക്കുന്ന സമയത്തും എന്ത് സംഭവിക്കും? ഗ്യാസിന്, ഐഡിയൽ ഗ്യാസിന് വർക്കിംഗ് സബ്സ്റ്റൻസിന് എക്സ്പാൻഷൻ സംഭവിക്കും. പിസ്റ്റൺ മുകളിലേക്ക് നീങ്ങി അതിന് എക്സ്പാൻഷൻ സംഭവിക്കും. അതായത് അതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യും, പ്രഷർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അതായത് ഈ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ നടന്നു കഴിയുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഒന്നും കൂടെ എക്സ് ആക്സിന് കുറച്ച് നീങ്ങി പ്രഷർ നല്ലോണം ഡിക്രീസ് ചെയ്യും. സപ്പോസ് B3 ആണ് പ്രഷർ ആൻഡ് വോളിയം എന്ന് വിചാരിക്കുക. വോളിയം ഒന്നും കൂടി ഇൻക്രീസ് ചെയ്യും, കാരണം വീണ്ടും അഡിയാബാറ്റിക്കലി ആണ് നടക്കുന്നതെങ്കിലും അവിടെ വീണ്ടും എന്ത് സംഭവിക്കുകയാണ്? ഗ്യാസിന് എക്സ്പാൻഷൻ സംഭവിക്കുകയാണ്. അതായത് വോളിയം ഇൻക്രീസ് ചെയ്യാണ്, എക്സ്പാൻഷൻ സംഭവിക്കും. എന്ത് ഡിക്രീസ് ചെയ്യും? പ്രഷർ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ രണ്ട് പ്രോസസ്സിലും എന്താണ് സംഭവിക്കുന്നത്? എക്സ്പാൻഷൻ ആണ് സംഭവിക്കുന്നത്. ഒന്ന് ഐസോതെർമൽ ആണ്, ഒന്ന് അഡിയാബാറ്റിക് ആണ്. എന്ന ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. രണ്ടിലും നടക്കുന്നത് എന്താണ്? എക്സ്പാൻഷൻ ആണ്. അതായത് വോളിയം ഇൻക്രീസ് ചെയ്യാണ്, പ്രഷർ എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ്. ആദ്യത്തെ കർവ് എന്ന് പറയുന്നത് ഐസോതെർമൽ ആണ്, രണ്ടാമത്തെ കർവ് എന്ന് പറയുന്നത് അഡിയാബാറ്റിക് ആണ്. രണ്ടും എക്സ്പാൻഷൻ ആണെങ്കിലും
രണ്ട് കേർവ്സും ഡിഫറെന്റ് ആണ്. അതൊന്ന് ഐസോതെർമൽ ഒന്ന് അഡയാബാറ്റിക് ആയതുകൊണ്ടാണ് എപ്പോഴും ഒരു പി വി ഡയഗ്രാം അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ ഐസോതെർമൽ കേർവിനേക്കാളും സ്റ്റീപ്പർ ആയിരിക്കും അഡയാബാറ്റിക് കേർവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഡയഗ്രാം ഇങ്ങനെ വരാനായിട്ട് സാധിക്കുന്നത്. അതായത് ഐസോതെർമലിൽ നല്ലോണം വോളിയം ചേഞ്ച് ചെയ്താലേ പ്രഷർ ചേഞ്ച് ചെയ്യുള്ളൂ. എന്നാൽ അഡയാബാറ്റിക് പ്രോസസ്സുകളിൽ വോളിയം ചെറുതായി ഒന്ന് ചേഞ്ച് ചെയ്താൽ പോലും പ്രഷറിന് വളരെയധികം മാറ്റം സംഭവിക്കും. ഇതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ രണ്ട് പ്രോസസ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും അഡയാബാറ്റിക് കേർവ്സ് ഐസോതെർമൽ കേർവ്സിനേക്കാളും സ്റ്റീപ്പർ കേർവ്സ് ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഡയഗ്രാം ഇങ്ങനെ വരുന്നത്. അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഐസോതെർമൽ കംപ്രഷൻ ആണ്. ഈ സമയത്ത് ഇൻസുലേറ്റിംഗ് സിലിണ്ടറിനെ നമ്മൾ സിങ്കിന്റെ മുകളിൽ പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. സിങ്കിന്റെ മുകളിൽ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്കറിയാം സിങ്ക് എന്ന് പറയുന്നത് ലോവർ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ആളാണ്. പുറമെ നിന്ന് ഹീറ്റ് എനർജിയെ അബ്സോർബ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ വർക്കിംഗ് സബ്സ്റ്റൻസിനെ നമ്മൾ സിങ്കിന്റെ മുകളിൽ വെക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് ഹീറ്റ് എനർജി ആർക്ക് പ്രൊവൈഡ് ചെയ്യും? സിങ്കിന് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുക. അങ്ങനെ ഹീറ്റ് എനർജി വർക്കിംഗ് സബ്സ്റ്റൻസ് സിങ്കിന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? അതിന്റെ എനർജി റെഡ്യൂസ് ചെയ്യും. അതായത് അതിനെന്ത് സംഭവിക്കും? കംപ്രഷൻ സംഭവിക്കും. വർക്കിംഗ് സബ്സ്റ്റൻസിന് കംപ്രഷൻ സംഭവിക്കും. അതായത് അതിന്റെ വോളിയം ഡിക്രീസ് ചെയ്യും. എന്നാൽ പ്രഷർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതാണ് ഐസോതെർമൽ കംപ്രഷൻ നടക്കുക. അതായത് കർവ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. വോളിയം ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് ആക്സിന് മുന്നോട്ട് പോയി പ്രഷർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ വൈ ആക്സിന് കുറച്ച് മുകളിലേക്ക് പോവാണ് ചെയ്യുന്നത്. സപ്പോസ് P4 ആൻഡ് V4 ആണ് ഇപ്പോഴത്തെ പ്രഷർ ആൻഡ് വോളിയം ചെയ്യുന്നത്. വോളിയം ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. പ്രഷർ എന്ത് ചെയ്യാണ്? P3യിൽ നിന്ന് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. നാലാമത്തെ പ്രോസസ് എന്ന് പറയുന്നത് അഡയാബാറ്റിക് കംപ്രഷൻ ആണ്. അതായത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? സിങ്കിന്റെ മുകളിൽ ഇരിക്കുന്ന ഈ ഇൻസുലേറ്റിംഗ് സിലിണ്ടറിനെ എവിടെ പ്ലേസ് ചെയ്യാണ്? ഇൻസുലേറ്റഡ് സ്റ്റാൻഡിന്റെ മുകളിൽ പ്ലേസ് ചെയ്യാണ്. ഇൻസുലേറ്റഡ് സ്റ്റാൻഡിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അഡയാബാറ്റിക് പ്രോസസ് ആണ് നടക്കുക. അഡയാബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് എനർജിയുടെ ട്രാൻസ്ഫർ ഒന്നും അവിടെ നടക്കില്ല. മാത്രമല്ല ഗ്യാസ് എന്ത് ചെയ്യും? നേരത്തെ കംപ്രസ് ചെയ്യാണ് ചെയ്തത്. അതേ പ്രോസസ് എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും. വർക്കിംഗ് സബ്സ്റ്റൻസ് കംപ്രഷൻ തന്നെ സംഭവിക്കും. അതായത് വോളിയം റെഡ്യൂസ് ചെയ്യും. പ്രഷർ വീണ്ടും ഇൻക്രീസ് ചെയ്യും. അതാണ് സംഭവിക്കുക. ഇതാണ് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. ഇനീഷ്യൽ സ്റ്റേറ്റ് വർക്കിംഗ് സബ്സ്റ്റൻസിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്തായിരുന്നു അതേ സ്റ്റേറ്റിലേക്ക് തന്നെയാണ് ഈ എല്ലാ റിവേഴ്സിബിൾ പ്രോസസ്സിലൂടെ കടന്നുപോയതിനു ശേഷവും ആരെത്തുന്നത്? വർക്കിംഗ് സബ്സ്റ്റൻസ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർനോട്ട് സൈക്കിൾ. ഈ രണ്ട് കേർവ്സ് എന്ന് പറയുന്നത് ഐസോതെർമൽ കേർവ്സ് ആണ്. ഈ രണ്ട് കേർവ്സ് എന്ന് പറയുന്നത് അഡയാബാറ്റിക് കേർവ്സ് ആണ്. അതായത് ഈ രണ്ട് കേർവ്സ് ഉണ്ടാവുന്നത് ഐസോതെർമൽ പ്രോസസ്സിലൂടെയാണ്. ഇത് രണ്ടും ഉണ്ടാവുന്നത് അഡയാബാറ്റിക് പ്രോസസ്സിലൂടെയാണ്. അഡയാബാറ്റിക് പ്രോസസ്സ് നടക്കുക എപ്പോഴും ഇൻസുലേറ്റഡ് സ്റ്റാൻഡിന്റെ മുകളിലായിരിക്കും. ഐസോതെർമൽ പ്രോസസ്സ് നടക്കുക ആദ്യത്തെ ഐസോതെർമൽ പ്രോസസ്സ് സോഴ്സിന്റെ മുകളിലും രണ്ടാമത്തെ ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത് സിങ്കിന്റെ മുകളിലായിരിക്കും നടക്കുക. ഇതാണ് കാർനോട്ട് സൈക്കിൾ.